ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1593. ഇന്ന് മെയ് മാസം 11-ാം തീയതി 132-ാമത്തെ ദിവസത്തിലെത്തി. പരിശുദ്ധാത്മാവിനായിട്ടുള്ള കാത്തിരിപ്പിന്റെ പ്രാർത്ഥനയുടെ നാളുകളാണ്. സഭ അങ്ങനെ ഈ ദിനങ്ങളെ വേർതിരിക്കുമ്പോൾ ഇങ്ങനെ പ്രതീക്ഷയോടും നല്ലതൊക്കെ കടന്നു വരുമെന്നുള്ള വിശ്വാസത്തിലും വെറുതെ ഇരുന്നാൽ മതി. ആ വെറുതെയിരിപ്പ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. ആത്മീയ ജീവിതത്തിനകത്ത് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്നവരാണ്. നമ്മളൊന്നും ചെയ്യുന്നവരല്ലെന്നാണ് പറയാനായിട്ട് ഞാനും ഭാരപ്പെടുന്നതും പാടുപെടുന്നതുമൊക്കെ. ആത്മീയ ജീവിതത്തിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒരുപക്ഷെ കാര്യമായിട്ടൊന്ന് കണക്കെടുത്താൽ പ്രാർത്ഥിക്കുന്നതിന്റെ കണക്കുകളാവും ഒരുപക്ഷെ പറയുക. പ്രാർത്ഥനയ്ക്ക് അപ്പുറവും ഇപ്പുറവും നമ്മൾ എന്തു ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളൊരു മനുഷ്യനായിട്ട് നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ക്രിസ്തുയേശു ഇങ്ങനെ വിശക്കുന്നവർക്കൊക്കെ അപ്പം കൊടുത്തതായിട്ട്, അപ്പം വർദ്ധിപ്പിച്ച് നൽകിയതായിട്ട് സുവിശേഷങ്ങളിൽ നമ്മളിങ്ങനെ ആവർത്തിച്ച് വായിച്ചിട്ടുണ്ട്. അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ശരിക്കും അതൊരു പരിശീലനം കൂടിയാണ്. അപ്പം വർദ്ധിപ്പിച്ച അവസരങ്ങളിലൊക്കെ യേശു പറഞ്ഞ ഒരു ആഹ്വാനമുണ്ട് തന്റെ പ്രിയപ്പെട്ട ശിഷ്യ സംഘത്തോട്: നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കാനും കൂടിയുള്ള ഒരു ഉത്തരവാദിത്വം യേശു ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. യേശു ശിഷ്യന്മാര് അത് സ്വീകരിച്ചതാണ്, ഏറ്റെടുത്തതാണ്, ഉൾക്കൊണ്ടതാണ്. വിശക്കുന്നവരെ കണ്ടെത്തുവാനും അവർക്ക് അപ്പം വീതിച്ച് നൽകാനും എന്തുമാത്രം നമ്മളത് നിർവഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. പുറത്തേക്ക് നമുക്ക് പിന്നീട് ഇറങ്ങാം. ഇപ്പോൾ നമ്മൾ അകത്താണല്ലോ. എപ്പോഴും നമ്മൾ അകത്ത് തന്നെയാണ്, ഒരു വീടിന്റെ അകത്ത്. അവിടെ എന്തുമാത്രം ആളുകള് അപ്പത്തിനായിട്ട്, മനുഷ്യരുടെ ഒരു കരുതലിനായിട്ട്, നല്ല ചില വാക്കുകൾക്കായിട്ട്, ഒരു സാമീപ്യത്തിനായിട്ട്, ചില കുശലാന്വേഷണങ്ങൾക്കായിട്ട് വിശക്കുന്നുണ്ടാവും. അതിനുവേണ്ടി അവർ കാത്തിരിപ്പുന്നുണ്ടാവും. അവരുടെ കാത്തിരിപ്പിന് ഒരു ആശ്വാസവും ശമനവും വരുത്തണ്ടേ? പരിശുദ്ധാത്മാവിന്റെ ആ ചൈതന്യത്തിന്റെ ആവാസത്തിനായിട്ട് കാത്തിരിക്കുന്ന നാളുകളില് എന്റെ ചില കാരുണ്യ പ്രവൃത്തികൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യരെ ഞാൻ പരിഗണിച്ചേ മതിയാവും. അതെ, വിശക്കുന്നവർക്കൊക്കെ അപ്പം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ദൈവമല്ല ഏറ്റെടുത്തിരിക്കുന്നത്. പിന്നെ ദൈവത്തിന് പ്രിയപ്പെട്ട മനുഷ്യരെ അത് ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. അത് ശിരസാ വഹിച്ചവരാണ് ശരിക്കും ക്രിസ്തുവിന്റെ ശിഷ്യന്മാരും ഭക്തന്മാരുമൊക്കെ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.